കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ യാത്രയാണ് കേട്ടോ. വേറെ അങ്ങോട്ടല്ല, മാർട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അത് ഇവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള മേതല കീഴിലം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ഗ്രീൻ അങ്ങാടി, തൃപ്പൂണിത്തറ മാർക്കറ്റ് ജംഗ്ഷനിലായിട്ട് ഗ്രീൻ അങ്ങാടി എന്ന് പറയുന്ന ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറുന്നതാണ് കേട്ടോ. അപ്പം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും അത് നല്ല റീസണബിൾ പ്രൈസിലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് നമുക്ക് അവിടുന്ന് അവൈലബിൾ ആവുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരത് ഒന്നെങ്കിൽ മാറിത്തരാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു സർവീസാണ് അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവമാണ്. അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് പേസ്ട്രീസും ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സലാഡ്സും ജ്യൂസസ്, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ്, പിന്നെ കുക്കീസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ പോവാണ് മേതലയിലേക്ക്. അങ്ങനെ ഏകദേശം നമ്മൾ അവരുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വളരെ രസകരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു കനാലിൻ്റെ തീരത്തോടെയുള്ള റോഡ്, ആ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. എന്ത് ശാന്തസുന്ദരമാണെന്നറിയാം. കാര്യം റോഡ് സൈഡൊക്കെയാണെന്ന് പറഞ്ഞാലും നല്ല പീസ്ഫുൾ പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനും ആതിരയുടെ കുട്ടിയും ജിയ കുട്ടിയും കൂടെ വന്ന് കനാലിൽ ഇങ്ങനെ ഇരുന്ന്, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നും പുറത്തേക്ക് വിടുന്ന ആ ഒരു വെള്ളമാണ് അതിൽ കൂടെ ഒഴുകി പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. കുറേ നേരം ആതിരയൊക്കെ ആയിട്ട് സംസാരിച്ചു, പേരൻസും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നേരെ പോയത് മാർട്ടിൻ്റെ അമ്മാവൻ്റെ മോൻ താമസിക്കുന്ന വീട് കിഴക്കമ്പലത്തുണ്ട്. അപ്പം മാർട്ടിൻ്റെ അമ്മാവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് കേട്ടോ. അവിടെ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. മാർട്ടിൻ്റെ കസിൻ്റെ മോളും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ കുറേ നേരം കളിക്കുക, ഏകദേശം സമപ്രായക്കാരാണ്. അപ്പോൾ അവരൊക്കെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോന്നു. എന്നിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ജിയക്കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞേ, ജിയക്കുട്ടിക്ക് ഒരു പായസം കുടിക്കണമെന്ന് തോന്നുന്ന പോലെ. എന്നാ ചെയ്യാനാ, തോന്നലങ്ങ് നമുക്ക് സാധിച്ചു കൊടുത്തേക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ സേമിയ പായസം ഉണ്ട്. പിന്നെ വന്ന വഴിക്ക് ഒരു പാല് വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു അര ലിറ്റർ പാലെടുത്തു, ഒരു കപ്പ് പഞ്ചസാര എടുത്തു, ഒരു കപ്പ് സേമിയയേ ഉള്ളൂ അതെടുത്തു, ആവശ്യത്തിന് ബട്ടർ എടുത്തു, അതുപോലെ ഏലക്കയും ജീരകവും കൂടെ ചതച്ചതെടുത്തു. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ റൈസിൽസും നട്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ബർണറിലേക്ക് മാറ്റിയിട്ട് ഞാൻ നല്ല ചൂട് കട്ടിയുള്ള ഒരു അലുമിനിയം ചീനിച്ചട്ടി, ഇത് മമ്മി എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്ന കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നല്ല ഫാസ്റ്റായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ 2 പ്രശ്നമുണ്ട് കേട്ടോ. നല്ല വെയിറ്റുമാണ്, കാലിലെങ്ങാനും വീണാൽ പണി ഉറപ്പാണ് കേട്ടോ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചൂടായാലും ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും, അതുപോലത്തെ ചൂടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇതിനുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളി സാധനം, ഫാസ്റ്റായിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കി റെഡിയാക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബട്ടർ ഇട്ടിട്ട് ആ ബട്ടർ മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റൈസിൽസ് ഇട്ട് കൊടുത്തു. ആ റൈസിൽസ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ബട്ടറിലേക്ക് തന്നെയാണ്, എൻ്റെ ഈ നെയ്യില്ലായിരുന്നു, പശുവിൻ നെയ്യില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ സേമിയ ഇട്ട് കൊടുത്തു. അതൊന്ന് റോസ്റ്റായിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് പാല് തിളച്ചിരുന്നു. പാല് ഞാൻ ഇതിലേക്ക് ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സേമിയ നല്ലതുപോലെ വേകണം. അപ്പോൾ അതിനനുസരിച്ച് പാല് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറുകിപ്പോവും. അപ്പോൾ ആദ്യം നമ്മൾ പാലൊഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഏലക്കയും ജീരകവും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം അല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് നല്ലതുപോലെ കുറുകി വന്നു. അപ്പോൾ ഞാൻ ബാക്കിയിരുന്ന പാല് 3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പാലൊഴിച്ചു. അത് നമ്മൾ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റൈസിൽസും നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.